ഹലോ കൂട്ടുകാരെ, അപ്പം രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുചേട്ടൻ്റെ വീടിൻ്റെ അവിടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ ആൽത്തറമൂട് ദേവീ ക്ഷേത്രത്തിലാണ് ഉത്സവം. അപ്പം കുഞ്ഞ് തേരും കാളയും ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയിടാനാണ് അമ്പലത്തിലേക്ക് ചെന്ന് അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് പറയിടാനാണ് പിന്നെ പോയത്. അപ്പം അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പി ഭയങ്കര ബഹളമായിരുന്നു. പറ ഇട്ടത് തന്നെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിയൊക്കെയാണ് പറയൊക്കെ ഇടിയിപ്പിച്ചത്. അപ്പോൾ പറ ഇട്ട പുറകിന് തന്നെ പുള്ളിക്കാരി പിന്നെ അവിടെ പോയി അങ്ങ് ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങ് പൂജ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരുമേനി പൂജ ചെയ്യുന്നതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ആ പൂവൊക്കെ എടുത്ത് പുള്ളിക്കാരി തന്നെ തലയിലൊക്കെ എടുത്ത് വെക്കുവാണ്. അങ്ങനെ പിന്നെ തിരുമേനി അതിൻ്റെ പ്രസാദവും കാര്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് കേട്ടോ. പിന്നെ ചന്ദനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിന് വെളിയിൽ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അകത്ത് നമുക്ക് എവിടെ ആണെങ്കിലും അമ്പലങ്ങളിൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ തേരിൻ്റെയും കാളയുടെയും അടുത്തൊക്കെ പോയി നിന്ന് വീഡിയോസും ഫോട്ടോയും ഒക്കെ കുഞ്ഞാപ്പിക്ക് എടുത്ത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് നേരെ തന്നെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് ചാമ്പയ്ക്ക കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം സ്പീഡിൽ വീട്ടിലോട്ട് ഓടുവാണ്. അപ്പോൾ ഞാനതിന് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോകുന്ന വണ്ടി വരും അങ്ങനെ ചാടി പോവരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ആ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞു പൂവ് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തോ പടർന്ന് കിളിക്കുന്ന ചെടിയാണ്, പക്ഷെ ഒരുപാട് ആ കാടിൻ്റെ ഇടയ്ക്ക് അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഞാനും കുഞ്ഞാപ്പി അതിൽ ഓരോന്ന് പറിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.